കട്ടപ്പന 20 ഏക്കർ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി വീട് ഒഴിയേണ്ടി വരുന്ന കുടുംബത്തിന് സ്ഥലം നൽകുന്ന വിഷയം കൗൺസിലിൽ ചർച്ച ചെയ്ത നഗരസഭയുടെ ഉടമസ്ഥതയിൽ സ്ഥലമുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ സെക്രട്ടറിയെ കൗൺസിൽ ചുമതലപ്പെടുത്തി. പാലം നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് വീട് ഒഴിയണമെന്നാണ് പാലത്തിനോട് ചേർന്ന് താമസിക്കുന്ന 3 അംഗ കുടുംബത്തോട് പൊതുമരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ട നടപടി നഗരസഭ സ്വീകരിക്കണമെന്ന LDF കൗൺസിലറുടെ കത്തിന്മേലാണ് കൗൺസിൽ ഈ വിഷയം പരിഗണിച്ചത്. വീട് നിർമ്മിച്ചു നൽകാനുള്ള നിയമമില്ലെങ്കിലും നഗരസഭയുടെ ആസ്തിയിലുള്ള സ്ഥലമുണ്ടെങ്കിൽ സർക്കാർ അനുമതി വാങ്ങി സ്ഥലം നൽകാൻ തയ്യാറാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. അനുയോജ്യമായ സ്ഥലമുണ്ടോ എന്ന് പരിശോധിക്കാൻ സെക്രട്ടറിയെ കൗൺസിൽ ചുമതലപ്പെടുത്തിയതായി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. അപ്പം പാലത്തിനോട് തൊട്ട് ചേർന്ന് ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അവിടുന്ന് മുനിസിപ്പാലിറ്റി മാറ്റി അവർക്ക് സുരക്ഷിതമായ സ്ഥലവും വീടും കൊടുക്കണമെന്നാണ് ഇന്ന് അജണ്ടയിൽ വന്നത്. അപ്പം നമുക്ക് നേരിട്ട് അത് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നിയമാനുസരണം ഇല്ല. നമ്മൾ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അവർക്ക് അനുയോജ്യമായ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് കൗൺസിലിനെ അറിയിക്കുകയും ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കുന്നതിന് ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യാനും ഇന്ന് കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് 20 ഏക്കറിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. പഴയ പാലത്തിന്റെ കാലപ്പഴക്കത്തെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിക്കുക. 3.5 കോടി രൂപയാണ് പാലം പണിയുവാൻ വകയിരുത്തിയിരിക്കുന്നത്. വിവിധ പദ്ധതികൾ വഴി സ്ഥാപിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഗുണനിലവാരമില്ലായ്മയും കൗൺസിൽ ചർച്ചയായി. പല വാർഡുകളിലെയും ഹൈമാസ്റ്റ് ലൈറ്റുകൾ കേടായത് കൗൺസിലർമാർ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. MP, MLA ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന ലൈറ്റുകൾക്ക് കുറഞ്ഞത് 3 വർഷം വാറന്റി ഉണ്ടാകണമെന്ന നിർദ്ദേശം കൗൺസിൽ അംഗീകരിച്ചു. 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണത്തിനും കൗൺസിൽ അനുമതി നൽകി. ജലനിധിയിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ച ജല അതോറിറ്റിയാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുക. വിവിധ പദ്ധതികളുടെ ടെൻഡർ വൈകുന്നത് സംബന്ധിച്ചും കൗൺസിൽ ചർച്ച ചെയ്തു.